സോ നമ്മൾ ഡിറ്റർമിനിസ്റ്റിക് റൂട്ടിംഗ് അൽഗോരിതംസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. രണ്ട് തരത്തിലുള്ള ഒരു ഡിറ്റർമിനിസ്റ്റിക് റൂട്ടിംഗ് അൽഗോരിതംസ് ഉണ്ട്, ഇ ക്യൂബ് റൂട്ടിംഗ് ആൻഡ് എക്സ് വയർ റൂട്ടിംഗ്. അപ്പോൾ ഇ ക്യൂബ് റൂട്ടിംഗ് ഓൾറെഡി നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി അടുത്ത പോർഷനാണ് എക്സ് വയർ റൂട്ടിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എക്സ് വയർ റൂട്ടിങ്ങിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടെ മെഷ് കണക്റ്റഡ് നെറ്റ്വർക്ക്സിനകത്തായിരിക്കും നമ്മൾ ഈ എക്സ് വയർ റൂട്ടിംഗ് അപ്ലൈ ചെയ്യുക. മെഷ് കണക്റ്റഡ് മീൻസ് ഇങ്ങനെയുള്ള ഒരു നെറ്റ്വർക്കിനെയാണ് നമ്മൾ മെഷ് കണക്റ്റഡ് നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ മെഷ് കണക്റ്റഡ്. ഓക്കെ, അപ്പോൾ ഒരു മെഷ് കണക്റ്റഡ് നെറ്റ്വർക്കിലാണ് ഈ എക്സ് വയർ റൂട്ടിംഗ് ആപ്ലിക്കബിൾ ആവുന്നത്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു സോഴ്സ് നോഡിൽ നിന്ന് ഡെസ്റ്റിനേഷൻ നോഡിലേക്ക് നമ്മൾ എക്സ് ആക്സിസിലൂടെയാണ് റീച്ച് ചെയ്യുന്നതെന്നാണ് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടെ പറയാം. ഫ്രം എനി സോഴ്സ് നോഡ് എസ്. ഓക്കെ, ഫ്രം എനി സോഴ്സ് നോഡ് എസ്. ആ എസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എക്സ് വൈ ആക്സിസ് വെച്ചിട്ടായിരിക്കും. അപ്പം x1 y1. അപ്പോൾ സോഴ്സ് എന്ന് പറയുന്നത് x1 y1 കോർഡിനേറ്റിലുള്ള ഒരു പോയിൻ്റ് ആയിരിക്കും. ടു എനി ഡെസ്റ്റിനേഷൻ നോഡ് ഡി എന്ന് പറയുന്നത് x2 y2 ആയിരിക്കും. ഓക്കെ, ദെൻ വി ഹാവ് ടു റൂട്ട് ഫ്രം എസ് ടു ഡി along the x-axis until it reaches the column y2 where d is located. അപ്പോൾ എക്സ് ആക്സിസിൽ കൂടെ മൂവ് ചെയ്ത് പോകുന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ ഓർമ്മിച്ചിരിക്കാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് 4 പോസിബിൾ എക്സ് വൈ റൂട്ടിംഗ് പാറ്റേൺസ് പോസിബിളാണ്. അതാണ് ഈസ്റ്റ് നോർത്ത്, ഈസ്റ്റ് സൗത്ത്, വെസ്റ്റ് നോർത്ത് ആൻഡ് വെസ്റ്റ് സൗത്ത് പാത്ത്. ഓക്കെ, ഇനി ഈ എക്സ് വൈ റൂട്ടിംഗ് ആയാലും നമ്മുടെ ഇ ക്യൂബ് റൂട്ടിംഗ് ആയാലും ഒക്കെ ഡെഡ് ലോക്ക് ഫ്രീ അൽഗോറിതംസ് ആണ് തരുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സർക്കുലർ വെയിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്ന അല്ലെങ്കിൽ ഡെഡ് ലോക്കിൻ്റെ സിറ്റുവേഷൻസ് ഒന്നും തന്നെ എക്സ് വൈ റൂട്ടിങ്ങിലും ഇ ക്യൂബ് റൂട്ടിങ്ങിലും വരില്ല. അപ്പോൾ ഇനിയിപ്പം നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ നമുക്കിപ്പോൾ നോഡ് 2 1 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോഡിൽ നിന്ന് നമുക്ക് 7 6 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു നോഡിലേക്കാണ് നമുക്ക് റൂട്ട് ചെയ്ത് പോവേണ്ടതെങ്കിൽ, ഓക്കെ, നോഡ് 2 1 ആണ് ആദ്യം സോഴ്സ് എന്ന് പറയുന്നത്. നോഡ് 2 1 എന്ന് പറയുന്നത് നമ്മുടെ ഈ മെഷ് കണക്റ്റഡ് നെറ്റ്വർക്കിൽ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് നോഡ് 2 1 എന്ന് പറയുന്നത്. അപ്പോൾ ഈ നോഡ് 2 1 നിന്ന് നമുക്ക് 7 6ലേക്കാണ് റൂട്ട് ചെയ്ത് പോകുന്നതെങ്കിൽ നമ്മൾ എങ്ങനെ പോകുന്നതാണ് നോക്കുന്നത്. അപ്പം നമ്മൾ ചൂസ് ചെയ്ത് നോക്കുക. ആദ്യം എക്സ് ആക്സിസിലുള്ള ഡയറക്ഷൻ ആയിരിക്കും ആദ്യം ചൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അപ്പോൾ 2 1 നിന്ന് എക്സ് ആക്സിസിൽ നിന്ന് മൂവ് ചെയ്യുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും വരിക? അങ്ങോട്ടേക്കായിരിക്കും അല്ലേ. അപ്പോൾ 3 1 4 1 5 1 6 1 7 1 വരെ എക്സ് ആക്സിസുകളിലൂടെ മൂവ് ചെയ്യും. എന്നിട്ട് ഡെസ്റ്റിനേഷനിലോട്ട് റീച്ച് ചെയ്യാനായിട്ട് നമ്മൾ വൈ ആക്സിസ് ചൂസ് ചെയ്യും. ഇപ്പം 7 1 നിന്ന് 7 2 7 3 7 4 7 5 7 6 എങ്ങനെയായിരിക്കും പോവുക. ഓക്കെ, ഇനി വേറൊരു നോഡ് നമുക്ക് നോക്കാം. നോഡ് 0 7. അപ്പോൾ സോഴ്സ് നോഡ് എന്ന് പറയുന്നത് നമ്മുടെ 0 7 ആണെന്ന് കരുതുക. ഇപ്പോൾ 0 7 എന്ന് പറയുന്നത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ഇതാണ് നോഡ് 0 7. ഈ നോഡ് 0 7ൽ നിന്ന് നമുക്ക് 4 2 എന്നുള്ള ഒരു നോഡിലോട്ട് പോകണമെന്ന് കരുതിക്കോളൂ. ഇതാണ് 4 2 എന്ന് പറയുന്ന നോഡ്. അപ്പോൾ എങ്ങനെയായിരിക്കും പോവുക? നമ്മൾ എക്സ് ആക്സിസിലൂടെ ആയിരിക്കും റൂട്ട് ചൂസ് ചെയ്യുന്നത്. അപ്പം 0 7ൽ നിന്ന് 1 7 2 7 3 7 4 7 വരെ വരും. എന്നിട്ട് നമ്മുടെ വൈ ആക്സിസ് ചൂസ് ചെയ്യും. 4 6 4 5 4 4 4 3 4 2 അങ്ങനെയായിരിക്കും നമ്മുടെ എക്സ് വൈ റൂട്ടിംഗ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ ചൂസ് ചെയ്ത പാത്ത് എന്ന് പറയുന്നത് ഈസ്റ്റ് സൗത്ത് റൂട്ടാണ്. ഓക്കെ, ഈസ്റ്റ് സൗത്ത്. ഏതാണ് ഈസ്റ്റ്? എങ്ങോട്ടേക്ക് വരുമ്പോൾ സൗത്ത്. സോറി. ഓക്കെ, ഇനി അടുത്ത് നോക്കുക. അപ്പോൾ നോഡ് 5 4 നിന്ന് 2 0ലേക്കുള്ള റൂട്ടിങ് എങ്ങനെയാണെന്ന് നോക്കാം. നോഡ് 5 4. അപ്പോൾ 5 4 എന്ന് പറഞ്ഞിരിക്കുന്ന റൂട്ട് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. 5 4ൽ നിന്ന് 2 0യിലോട്ട് നമുക്ക് പോകണമെന്നുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും നമ്മൾ പോകാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ ഏത് റൂട്ടായിരിക്കും നമ്മൾ ചൂസ് ചെയ്യുക? വെസ്റ്റ് സൗത്ത് റൂട്ടായിരിക്കും നമുക്ക് ആവശ്യമായിട്ട് വരുന്നത്. അപ്പോൾ വെസ്റ്റ് സൗത്ത് എന്ന് പറയുമ്പോൾ എങ്ങോട്ടേക്കായിരിക്കും? അപ്പോൾ ഇങ്ങോട്ടേക്ക് വരും. വെസ്റ്റ് സൗത്ത് എന്ന് വെച്ചാൽ ആദ്യം എക്സ് ആക്സിസ് ചൂസ് ചെയ്യുന്നു. എക്സ് ആക്സിസ് ചൂസ് ചെയ്യുമ്പോൾ 5 4ൽ നിന്ന് 4 4 3 4 2 4 വരെ വരും. പിന്നെ വൈ ആക്സിസ് ചൂസ് ചെയ്യുന്നു. അത് സൗത്തിലോട്ടുള്ള ഡയറക്ഷനാണ്. അതാണ് വെസ്റ്റ് സൗത്ത് ഡയറക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും. ഇങ്ങനെ എക്സ് ഡയമെൻഷൻ ആദ്യം റൂട്ട് ചെയ്യാനായിട്ട് എടുക്കുക. ഓൾവേസ് എക്സ് ഡയമെൻഷൻ ഈസ് റൂട്ടഡ് ഫസ്റ്റ്, ദെൻ ദ വൈ ഡയമെൻഷൻ. അതിനെയാണ് എക്സ് വൈ റൂട്ടിംഗ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ എക്സ് വൈ റൂട്ടിങ്ങും ഇ ക്യൂബ് റൂട്ടിങ്ങും നമ്മുടെ അഡാപ്റ്റീവ് റൂട്ടിംഗ് ടെക്നിക്സുകളിൽ വരുന്നതാണ്.